ഹലോ. അപ്പം നമ്മൾ പലരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, നമ്മൾ ആദ്യം താമസിക്കാനുള്ളൊരു വീടാണോ വാങ്ങുക, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയാണോ വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടിനും ഒരു റൈറ്റ് ഓർ റോങ് ആൻസർ ഒരിക്കലും ഇല്ല. ബട്ട് എൻ്റെ ഒരു കൺസെപ്റ്റിൽ തോന്നിയ കാര്യം ഞാൻ പറയാം. അപ്പം നമുക്ക് താമസിക്കാനുള്ള പ്രോപ്പർട്ടി വാങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അതൊരു സ്റ്റെബിലിറ്റിയാണ്. നമുക്ക് റെൻറ്റ് കൊടുക്കണ്ട, നമ്മളെ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നു, നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ നമുക്കൊരു അതിൻ്റെതായ ഇക്വിറ്റി ജനറേറ്റ് ചെയ്ത് നമുക്ക് പിന്നീട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങാനുള്ളൊരു ഓപ്ഷനുണ്ട്. അത് ഇത്തിരി ഒരു മച്ചുവേർഡ് ആയിട്ടുള്ളൊരു ഫാമിലി ആകുമ്പോഴത്തെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എപ്പോഴും മാറേണ്ട ഒരു സ്റ്റേജ് വരുന്ന അത് പേഴ്സണൽ ചോയ്സാണ്. ചിലർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവും, ചിലർക്ക് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അപ്പം അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ബൈയിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഫസ്റ്റ് എന്ന് പറയുന്നത് അതൊരു സ്മാർട്ടർ ചോയ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലാത്തൊരു സ്ഥലമുണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ സിഡ്നി സിറ്റി നമുക്ക് അഫോർഡ് ചെയ്ത് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ പോയി വാങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അവിടെ റെൻറ്റിന് താമസിക്കാം, നമുക്ക് അതൊരു ബുദ്ധിമുട്ടില്ല. അതേസമയം നമ്മളൊരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് വേറെ എവിടെയെങ്കിലും, വിച്ച് ഈസ് നമ്മുടെ ടെനൻസിൻ്റെ റെൻറ്റ് വെച്ചും പിന്നെ കയ്യിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും ഇട്ടാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അത് അടഞ്ഞു പോകും. പക്ഷേ ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ എങ്ങനത്തെ ടൈപ്പിലുള്ള ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പം ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സബബിലൊക്കെ താമസിക്കണം, ബട്ട് സ്റ്റിൽ വി കാൺട്ട് അഫോർഡ് എന്നാണെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ ബെറ്ററാണ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വേറെ എവിടെയെങ്കിലും വാങ്ങാം, നമുക്ക് അഫോർഡ് ചെയ്യാൻ സ്ഥലത്ത്, ബട്ട് വി ലീവ് വെയർ വി വാണ്ട് ടു ലീവ്. അല്ലേ, നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ചിലപ്പോൾ നല്ല സ്കൂള് ഒരു സബബാണെങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇവിടെ നോർമലി അങ്ങനെയാണ്. ഓസ്ട്രേലിയയിൽ നല്ല റേറ്റിംഗ് ഉള്ള നല്ല റാങ്കിങ് ഉള്ള സ്കൂൾസിലും അതിൻ്റെ അടുത്ത് പ്രോപ്പർട്ടീസിനൊക്കെ നല്ല പ്രൈസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി താമസിക്കണമെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇപ്പോൾ അവിടെ റെൻറ്റ് ചെയ്യാം, നമ്മൾ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. അറ്റ് സെയിം ടൈം നമുക്ക് അതിൻ്റെ ഒരു ഗ്രോത്ത് എപ്പോഴും കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ഫാക്ടർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഈ രണ്ടിൽ ഏത് ചെയ്താലും വെൽത്ത് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.